കടയിൽ പോവാന്ന് റേഷൻ കടയിൽ പോയാ? സോറി, പറഞ്ഞു. നീ എന്നെ വാ. തേങ്ങയിട്ട് എറിയാനാണ് ഭാവമെങ്കിൽ തിരിഞ്ഞോടാ എനിക്കും അറിയാം. എന്റെ അടുത്താ നിങ്ങളെ മോനാണ് പറയണ തേങ്ങ താഴെടാ. നീ തിരിഞ്ഞോടിയാ ഉന്നം വെച്ചറിയാ എനിക്കും അറിയാം. ഒച്ചോട് സംസാരിക്കടി. നീ എങ്ങാട്ടാണ് സംസാരിച്ചേർപ്പെടാ. നീ വെറും കൊച്ചോനാണ്. ഇനി നിന്റെ ശബ്ദം ഈ വീട്ടിന് പുറത്തേട്ടാ. നിന്നെ കാലിൽ തൂക്കി. ഹലോ, എവിടെയാ? ആറ്റിങ്ങല. എന്തേ പരിപാടി? ഞാൻ വിളിച്ചതൊന്നുമില്ല. ആറ്റിങ്ങല്ലേ? ആറ്റിങ്ങനായി അങ്ങോട്ട് മാറി എന്ന് 2 വലിയ വരും. അറിയാ, നീ അറിഞ്ഞ തെക്കേട സുധാകരന്റെ മോളില്ലേ? അവിടെ തന്നെ. അറിയാ, അവളാണെങ്കിൽ ഇന്നലെ ഉണ്ടല്ലേ. അയക്കേടാ, എല്ലാം കേൾക്കാൻ വാളിച്ചിരിക്കാണ്. വെച്ചിട്ട് പോടാ. ഹലോ, എവിടെയാണല്ലേ? വീട്ടിലാ? എന്നാ കുനിഞ്ഞില്ലേ? ഞാൻ ഇനി അവളെ പിറകെ പോകത്തിലിടാളിയ. എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞ് ഞാൻ പിറകെ പോയിട്ടും ഒരു കാര്യമില്ല. ഈ ചാപ്റ്റർ ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യുക. അളിയ, ഒന്നുകൂടെ ചോദിച്ചു നോക്കിയാലോ അവളടുത്ത്? കൺമണിയൊന്ന് മാറിപ്പോടാ പിത്തക്കാരെ തവളെ. ഒന്നുകൂടെ ചോദിക്കാൻ വന്നേക്കണേ. അളിയ അളിയ, നിന്റെ ഒരു ഹെൽപ്പ് വേണം. എന്ത് ഹെൽപ്പാണോ അളിയന് വേണ്ടത്? പറ്റൂലെന്ന് മാത്രം പറയാം. നിനക്കറിയാലളിയ, ഒരാഴ്ചയായി എൻ്റെ പെണ്ണിൻ്റെ വീട്ടിൽ പിടിച്ചിട്ട്. ഇന്ന് അവളെ അമ്മയുടെ ഫോൺ കിട്ടും. അവളെടുത്ത് വെച്ച് മെസ്സേജ് ഇട്ട് ഒന്ന് കാണണം. രാത്രി അവളെ വീട് പോകാൻ ജസ്റ്റ് കണ്ട് സംസാരിച്ചാൽ പോയിട്ട് പെട്ടെന്ന് നോക്കട്ടെ, ഒരു 7 മണിക്കപ്പം പറയാം. അളിയ, എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ അവിടെ നിന്ന് വിളിച്ചു. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നോ പൊക്കോളാം. ശ്രദ്ധിച്ചിരിക്കണേ, ഫോൺ വിളിച്ച് പൊക്കളയല്ലേ. അളിയ ഡബിൾ ഓക്കെ, നീ പോയിട്ട് വാടാ. എനിക്ക് ദേശത്തെ വഴിയേറിയില്ല. സുലേഹ, എടേ സുലേഹ, ഒന്നിങ്ങ വന്നേ, പെട്ടെന്ന് വാ. എങ്ങനെയാ നിങ്ങൾ തൊള്ള തിരക്കണത്? സുലേഹ, ഇത് ആരെന്തോന്ന് നോക്കിക്കേ. അല്ലോ, നല്ല പരിചയമുണ്ട് ചേട്ടന്. നമ്മളെ ഈ വീട്ടിലെ മൂത്ത കരാൻകുട്ടി. അയ്യോ, ആ കരാൻകുട്ടി എന്തിനു കാണിക്കുന്നത്? അവ ഇൻസ്റ്റാഗ്രാമില് ഇതെല്ലാം ഈ നാട്ടുകാര് ഫുള്ള് കണ്ടാണോ? എല്ലാരും കണ്ട് സുലൈഖ. എന്റെ മാനെല്ലാം പോയി സുലൈഖ. ആ കറാകുട്ടിക്ക് വരട്ടവരെന്ന് ഞാൻ കൊല്ലും. നീ കയറിപ്പോ. നിങ്ങൾ കൊല്ലാതിരിക്കേ. മത്തൻ കുത്തിയ കുമ്പളം മുളയ്ക്കില്ല. അതെന്തൊരു വർത്താനാ സുലൈഖ. അസ്സലാമലൈക്കും ബാബ. കള്ള കറാകുട്ടി, നീ വീട്ടിന്റെ അകത്ത് കയറിയാ നിന്റെ മുട്ടയായി അടിക്കും. നിനക്ക് സിഗരറ്റ് ഒഴിക്കണം അല്ലടാ. വാപ്പ, നിങ്ങൾ എന്നെ തൊട്ടാ ബേക്കറിയിലെ മജിന് താത്തായിട്ടുള്ള എല്ലാ ബന്ധവും ഞാൻ ഉമ്മച്ചെടുത്ത് പറഞ്ഞു കൊടുക്കും. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സുലൈഹ, നിങ്ങള് ഹലോ, പറയടി. നമ്മളെ കാര്യം ഞാൻ വാപ്പയുടെ അടുത്ത് പറഞ്ഞു എല്ലാം. എന്നിട്ടോ? വാപ്പ സമ്മതിക്കില്ലെന്നാണ് പറയണേ. എനിക്ക് അറിഞ്ഞൂടെ എന്ത് ചെയ്യണമെന്ന്. എന്തെങ്കിലും ചെയ്യണേ. ഓ ശരി ശരി, ഞാൻ ആലോചിച്ചിട്ട് വിളിക്കാം. ഓക്കെ. മാമോയ് മാമോയ്
ആരും ഇല്ലേ ഇവിടെ? മാമ പോയി. മാമാരെ കിണ്ടി ആരാ രാവിലെ തൊള്ളോറ ഇന്നലെ മാമാരെ മോള് പറഞ്ഞ കാമുകൻ ഞാനാണ്. അടച്ചോടെ നീ ഗ്യാസ് ആരണോ? ഓ എനിക്ക് ഗ്യാസ് വെച്ചോ മാമ. അൽഹംദുലില്ലാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാല്ല ഇജ്ജ് വീട്ടിൽ പോയി വാപ്പായ കൂട്ടി അല്ലാ വാപ്പായും കൂട്ടി വരാനാ? ഓക്കെ ശരി, ഇത് മാമ എടുത്തോ. അഞ്ചാ പോരാ ഗജ പോരാ. എന്തിനടി ഇങ്ങനെ വിഷമിച്ചിരിക്കണ? അണ്ടി പോയ അണ്ണനെ കണക്ക് എന്തിനു പറ്റി? ഒന്നും പറയണ്ട അളിയാ, ഇന്നലെ അവളെ കാണാൻ വേണ്ടി രാത്രി അവളെ വീട്ടിന്റെ മതിൽ ചാടിയെന്ന്. ആളിയെ പിന്നെ എന്തിനു പറ്റി? അവളെ കാണാൻ പറ്റില്ല, അതാണ് ഇത്ര വിഷമം. കാണുകയും ചെയ്ത് കെട്ടിപ്പിടിക്കുകയും ചെയ്ത് ലിപ് ലോക്ക് ചെയ്യുകയും ചെയ്ത് അളിയാ. പക്ഷെ ചെയ്തത് അവളെ തന്തേനായിപ്പോയി. ആ മുതുകണ്ടയ്ക്കാണെങ്കിൽ താടിയില്ലായിരുന്നു, മീശയില്ലായിരുന്നു. കെട്ടിപ്പിടിച്ച ആവേശത്തിൽ ലിപ് ലോക്കും ചെയ്ത് അയാൾ ഒരു പല്ല് വയറ്റിലും പോയി. ഇപ്പോഴാണെങ്കിൽ വയറ് ഭയങ്കര വേദന. അവള് വിളിച്ച് ബ്രേക്കപ്പും പറഞ്ഞു. ഏട്ടാ സൂറ 32 വയസ്സുള്ള ഒരു കോമാളി പോയി 19 വയസ്സുള്ള കൊച്ചിന് ലവ് ലെറ്ററും കൊടുത്ത് അടി വാങ്ങിച്ചു വന്നേക്കറ്. തന്ത ഊക്കല് തുടങ്ങി. ഇയാളെ ഇങ്ങനെ വിട്ടാൽ ശരിയാവൂല. ശരിയാക്കി തരാമേ കേട്ടാ. എനിക്കതല്ല അമ്മ ചിരി പറഞ്ഞ. കുറച്ച് ദിവസം മുന്നേ ഒരാൾ ഐഷ താത്ത പിന്നെ മതിൽ ചാടി ഐഷ താത്ത ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഐഷ താത്ത തുടുപ്പിട്ട് നെറുകണ്ടയ്ക്ക് അടിക്കുകയും ചെയ്ത് ഐഷ താത്തയുടെ ഭർത്താവ് കുനിച്ചെടുത്ത് കൂമ്പിന് കയറ്റുകയും ചെയ്തു. പിന്നെയാണ് അറിഞ്ഞത് അതിൻ്റെ വാപ്പച്ചിയാണെന്ന്. നായിന്റെ മോനെ സ്വന്തം വാപ്പാ കിട്ടുക തന്നെ വെച്ചല്ലോടാ പട്ടി. സൂറ